നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 942nd day. Today 25th sloka of Pradhama Skandam 11th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 942 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. നിത്യം നിരീക്ഷമാണാനാം യദഭിദ്വാരകൈകൗകസാം ന വിതൃപ്യന്തി ഹിദൃശ ശ്രീയോദാമാംഗമച്യുതം. ഓം തത്സത്. നിത്യം നിരീക്ഷമാണാനാം യദഭിദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹിദൃശ ശ്രീയോദാമാംഗമച്യുതം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ശ്രിയ നിത്യം നിരീക്ഷമാണാനാം യദഭി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശ ശ്രിയോ ദാമാംഗമച്യുതം. അച്യുതം. അതായത് നിത്യം എപ്പോഴും നിരീക്ഷമാണാനാം യദഭി കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ദ്വാരകൗകസാം ദ്വാരകാവാസികളുടെ ന വിതൃപ്യന്തി തൃപ്തിപ്പെടുന്നില്ല. വിതൃപ്യന്തി തൃപ്തിപ്പെടുക. ന വിതൃപ്യന്തി തൃപ്തിപ്പെടുന്നില്ല. ഹി ദൃശ ദൃഷ്ടികൾ ശ്രീയോ ദാമാംഗമച്യുതം. ശ്രിയ എന്ന് പറഞ്ഞാൽ ശ്രീദേവിയുടെ ഇരിപ്പിടമായ ദാമാംഗം, ഇരിപ്പിടമായ ശരീരത്തോടു കൂടിയ അച്യുതം ശ്രീകൃഷ്ണ ഭഗവാനെ. അതായത് ദ്വാരകാവാസികൾ എപ്പോഴും ആ ദേവിയുടെ ഇരിപ്പിടമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്ക് ഭഗവാനെ കണ്ടിട്ട് ഒരിക്കലും തൃപ്തി വരുന്നില്ല. ഭഗവാന്റെ ദർശനത്തിൽ അവരുടെ ദൃഷ്ടികൾ തൃപ്തിയെ മതി, ഇനി കണ്ടത് മതി, നന്നായി കണ്ടില്ലേ എന്ന് ഒരിക്കലും തോന്നുന്നില്ല. വീണ്ടും വീണ്ടും ഭഗവാനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണണം എന്നല്ലാതെ മതി എന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ശ്രീദേവിയുടെ മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായിട്ടുള്ള ഭഗവാനിലാണ് ആ മഹാലക്ഷ്മി കുടികൊള്ളുന്നത്. അപ്രകാരമുള്ള മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമായിട്ടുള്ള ആ ഭഗവാനെ എത്ര തന്നെ കണ്ടാലും ദ്വാരകാവാസികൾക്ക് തൃപ്തിയാകുന്നില്ല. എപ്പോഴും അവർ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്ക് കണ്ടിട്ട് മതിയെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്രീ ശുകബ്രഹ്മർഷി ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നിത്യം നിരീക്ഷമാണാനാം യദഭിദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹിദൃശ ശ്രീയോ ദാമാംഗമച്യുതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.